I have a real good feeling in my heart that this spacecraft will bring us home, no problem. ഒരു മാസത്തിലേറെയായ അനിശ്ചിതത്വത്തിനൊടുവിലും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തന്നെ തുടരുകയാണ് സുനിത വില്യംസ്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും പേടകത്തിലെ സാങ്കേതിക തകരാർ കാരണം ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങുകയായിരുന്നു. Through a lot of simulations for this spacecraft to, go through all sorts of iterations of failures, and I feel confident that if we had to. എന്നാൽ ഇന്ത്യൻ വംശജ കൂടിയായ സുനിത വില്യംസിനെ തിരിച്ചെത്തിക്കുന്ന തീയതിയിൽ തീരുമാനമായിട്ടില്ലെന്നാണ് നാസ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ വിവരം. പ്രശ്നങ്ങൾ എഞ്ചിനീയർമാർ പരിഹരിക്കുന്നത് വരെ നാസയുടെ 2 ബഹിരാകാശ സഞ്ചാരികൾക്കും ബഹിരാകാശ നിലയത്തിൽ തന്നെ തുടരേണ്ടി വരുമെന്നാണ് അധികൃതർ പറയുന്നത്. പലവട്ടം മാറ്റിവെച്ച ശേഷം ജൂൺ 5-നായിരുന്നു സ്റ്റാർലൈനർ ബഹിരാകാശത്തേക്ക് തിരിച്ചത്. നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പദ്ധതിയുടെ ഭാഗമായുള്ളതാണ് സ്റ്റാർലൈനർ വിക്ഷേപണം. സുനിതയുടെ 3ാം ബഹിരാകാശ ദൗത്യമാണിത്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് മിഷന്റെ പൈലറ്റായിരുന്നു സുനിതയുടെ യാത്ര. വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്റ്റാർലൈനർ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാസയോടൊപ്പം ചേർന്ന് ഇത്തരമൊരു പരീക്ഷണം നടത്തുന്നത്. ബോയിങ് സ്റ്റാർലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് അരികിലെത്തിയപ്പോൾ പേടകത്തിൽ നിന്ന് ഹീലിയം വാതക ചോർച്ച ഉണ്ടായതാണ് പ്രതിസന്ധികൾക്ക് കാരണമായത്. ചില യന്ത്രഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതിരുന്നതും ദൗത്യം ദുഷ്കരമാക്കിയിരുന്നു. യാത്രികരുടെ സുരക്ഷ പരിഗണിച്ച് പേടകത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ വീണ്ടും പരിശോധിച്ച ശേഷമേ മടക്കയാത്രയ്ക്ക് നാസ അനുമതി നൽകുകയുള്ളൂ. റിട്ടേൺ തീയതി പ്രഖ്യാപിക്കാൻ മിഷൻ മാനേജർമാർ തയ്യാറല്ലെന്നും വിൽമോറിനെയും വില്യംസിനെയും സ്റ്റാർലൈനറിൽ തിരികെ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നുമാണ് നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം മാനേജർ സ്റ്റീവ് സ്റ്റിച്ച് വ്യക്തമാക്കുന്നത്.